ഗ്രഹനില കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈന്യൂട്ടസ്റ്റ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ചാർട്ടുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചില ഗ്രഹ ഭാവങ്ങളുടെ അധിപന്മാരൊക്കെ വ്യത്യസ്തമായിട്ട് വരും. ഇപ്പോൾ ഒരേ സ്ഥലത്ത് വന്ന് ജനിക്കാനും ഒരേ ഗ്രഹനിലയിൽ ജനിക്കാനും ഒരു കാരണമുണ്ട്. ആ കാരണങ്ങൾ വച്ചിട്ട് അവരുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ അനുസരിച്ചാണ് അവരുടെ അനുഭവങ്ങൾ വരിക. ചിലരുടേത് സമാനമായിരിക്കും. നമ്മളിപ്പോൾ ജാതകം എന്ന് പറയുന്നത് എന്തിന് ജാതമായിരിക്കുന്നു എന്നാണ്, എന്തിനാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ജനിച്ചിരിക്കുന്നതിനൊരു കാരണമുണ്ട്, അത് അതിൻ്റെ പിന്നിലുള്ളത്. ഹസ്തരേഖ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 10 പേര് ഉണ്ട്, 10 പേരുടെ കയ്യിലും ഈ രേഖ ഇങ്ങനെ നിന്നാൽ ഇങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമസ്കാരം, ദേവപ്രയാഗ് അസ്ട്രോ ടോക്കിലേക്ക് സ്വാഗതം. നിങ്ങൾക്കേവർക്കും അറിയുന്ന പോലെ നമുക്ക് സുപരിചിതയായ ശ്രീമതി ശാന്ത വിജയ് കഴിഞ്ഞ 40 വർഷത്തിലേറെ കാലമായി ജ്യോതിഷ വിഷയത്തിലും ഹസ്തരേഖാശാസ്ത്രത്തിലും വളരെയധികം അഗാധമായ പാണ്ഡിത്യമുള്ള ചേച്ചിയുള്ളൊരു ടോക്ക് ഷോ ആണ്. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചേച്ചി സ്വാഗതം. നമസ്തേ. നമസ്തേ ചേച്ചി, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ പല എപ്പിസോഡുകളിലും സംസാരിച്ചതിൽ നിന്ന് പലർക്കും ചില സംശയങ്ങളൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. ചിലരൊക്കെ നേരിട്ട് വിളിച്ചു ചോദിച്ചു, ചിലരൊക്കെ കമൻറ്റ് ബോക്സിലിട്ടിരുന്നു. ഇപ്പോൾ ഒരേ ഗ്രഹനിലയിൽ ഒരേ സമയത്ത് ജനിച്ച, ഈവൻ നമ്മളിപ്പോൾ സമയം എന്ന് പറയുന്നത് ആ ദിവസവും സമയവും കൃത്യമായി ആ സമയത്ത് തന്നെ ജനിച്ച വിവിധ വ്യക്തികൾക്ക് വിവിധ വ്യക്തിത്വങ്ങളല്ലേ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും. അതൊന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മളവിടെ ഉത്തരം പണ്ടേ ചേച്ചി പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്, പൂർവ്വജന്മത്തിൻ്റെ ഒരു ഫലമായിരിക്കുന്നു. പക്ഷെ എന്നാലും ഒരാൾ ഭയങ്കര വലിയൊരു ഗായകനായി മാറുന്നു, വേറൊരാൾ ചിത്രകാരനായി മാറുന്നു, വേറൊരാൾ ഒന്നുമില്ലാത്ത ഒരാളായി പോകുന്നു. ജീവിത പന്ഥാവിൽ അവരെ എങ്ങനെയാണ്? അത് ഇപ്പോൾ ഒരു ട്വിൻസ് ആണെങ്കിൽ പോലും 5 മിനിറ്റിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കുമല്ലോ ഒരേ ലേബർ റൂമിൽ ഒരേ സ്ഥലത്ത് ജനിക്കുന്ന ആളുകൾ. അപ്പോൾ അവരുടെ ഗ്രഹനില കണ്ട ഒരുപോലെ തന്നെ ആയിരിക്കുക. പക്ഷെ അതിനെപ്പറ്റി 5 മിനിറ്റ് വ്യത്യാസമാണെങ്കിലും ഗ്രഹനില ഒരേ പോലെ വരും, മിക്കപ്പോഴും വരും. ചില കേസുകളിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ വളരെ മൈന്യൂട്ടസ്റ്റ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന കാൽക്കുലേഷനൊക്കെ ഉണ്ട്. അത് വേറൊരു, അതിനെപ്പറ്റി നമ്മളിപ്പോൾ പരാമർശിക്കേണ്ട ആവശ്യമില്ല ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കത് എടുക്കാൻ പറ്റും. പക്ഷെ ജനറലി ഒന്നുകൂടി പറയുന്നത് അല്ല, നമ്മൾ ഈ ഗ്രഹനില കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈന്യൂട്ടസ്റ്റ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ചാർട്ടുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചില ഗ്രഹ ഭാവങ്ങളുടെ അധിപന്മാരൊക്കെ വ്യത്യസ്തമായിട്ട് വരും. അത് അസ്ട്രോളജിക്കൽ ടേംസ് ആണ്, കൂടുതൽ പറഞ്ഞാലും ഇതാവില്ലല്ലോ. അതെ, അതായത് കുറെ കൂടുതൽ സൂക്ഷ്മമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് ആ ഗ്രഹനിലയിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റും. ചില ഗ്രഹങ്ങളുടെ സ്വാധീനം, ഇപ്പം 2 വ്യക്തികളെ പറ്റിയാണ് പറയുന്നെങ്കിൽ ഒരാൾക്ക് ആ ഒരു പ്രത്യേക ഗ്രഹത്തിന്റെ സ്വാധീനവും മറ്റേ ആൾക്ക് വേറൊരു ഗ്രഹത്തിന്റെ സ്വാധീനം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈവൻ ദോ ഒരു നവഗ്രഹങ്ങളിൽ ഒരു വ്യക്തിക്ക് ഒരു ഗ്രഹത്തിന്റെ സ്വാധീനം കൂടുതലും മറ്റേ വ്യക്തിക്ക് വേറൊരു ഗ്രഹത്തിന്റെ സ്വാധീനം വരാനുള്ള സാധ്യത നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള ഗണിതത്തിലാണ് അതുള്ളത്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരേ ഗ്രഹത്തിലായിരിക്കും. അപ്പോൾ ഈ കാലദേശങ്ങൾക്കനുസരിച്ച് പിന്നെ ഈ ഊഹാപോഹപ്പെടുമായിരിക്കണമെന്നാണ് പറയുന്നത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇൻറ്റ്യൂറ്റീവ് സെൻസ് അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഈ 2 വ്യക്തികൾ ഒരേ സ്ഥലത്ത് വന്ന് ഒരേ ഗർഭപാത്രത്തിൽ ജനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ ചാർട്ടിൽ ജനിക്കുകയാണെങ്കിലും അവരുടെ പൂർവ്വജന്മകർമ്മം സുരേഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇവര് ഇപ്പോൾ ഒരേ സ്ഥലത്ത് വന്ന് ജനിക്കാനും ഒരേ ഗ്രഹനിലയിൽ ജനിക്കാനും ഒരു കാരണമുണ്ട്. ആ കാരണങ്ങൾ വച്ചിട്ട് അവരുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ അനുസരിച്ചാണ് അവരുടെ അനുഭവങ്ങൾ വരിക. ചിലരുടേത് സമാനമായിരിക്കും, ചിലരുടേത് വളരെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഒരേ ഇരട്ട കുട്ടികളാണെങ്കിൽ ഒരാൾക്ക് വിവാഹം നടക്കുന്ന കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെ ജോലി കിട്ടുന്ന കുറെ കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ സമാനമായിട്ട് ആവണം നിർബന്ധമില്ല. അത് അവരുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ അനുസരിച്ച് ഓരോ അനുഭവങ്ങൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് വരികയാണ്. ഇവർ 2 പേരും ഒരേപോലെ വരണം എന്നുള്ളത്, ഒരേ സ്ഥലത്ത് ജനിക്കണം എന്നുള്ളതിനും ഒരു കാരണമുണ്ട്.
അവർ തമ്മിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു 3 പെൺകുട്ടികൾ, ഒരേ പ്രസവത്തിലുണ്ടായ 3 പെൺകുട്ടികൾ, ചെറിയ കുട്ടികളായിരുന്നു. അപ്പൊ അവരുടെ ഗ്രഹനില നോക്കി ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അവരുടെ കൈയുടെ പടം കൂടി അയച്ചു തരും. ഓൺലൈനായിട്ടായിരുന്നു കൺസൾട്ടേഷൻ. കൈയുടെ പടം അയച്ചു തരുമ്പം 3 പേരുടെയും കൈകൾ വ്യത്യസ്തമാണ്. നാച്ചുറലി, കാരണം ലോകത്തില് ഒരാളെ പോലെ വേറൊരാളില്ല, അല്ല ഒരു കൈ പോലെ വേറൊരു കൈ ഇല്ല, ഒരാളെ പോലെ വേറൊരാളില്ല, വേറൊരാള് ജനിച്ചിട്ടില്ല. 7 പേരുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരാളെ പോലെ അനുഭവങ്ങൾ ഉണ്ടാകുന്നവര് ആരുമില്ല. നമ്മളുടെ തന്നെ അനുഭവങ്ങള്, നമുക്ക് ഓരോ അനുഭവങ്ങളും വ്യത്യസ്തമല്ലേ, റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ആക്സിഡന്റലി ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കും. നമ്മൾ ഒരിക്കലും ഒന്ന് ഒരനുഭവം ഉണ്ടായി അതിനുവേണ്ടി അതേപോലെ വരുമ്പോൾ അതേപോലെ പെരുമാറാം എന്ന് പറഞ്ഞ് കാത്തിരുന്ന കാര്യമില്ല. വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുകയും അനുഭവജ്ഞാനത്തിൽ നിന്നുകൊണ്ട് പുതിയ അനുഭവങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ പെൺകുട്ടികളുടെ ജാതകം, ഇവരുടെ സ്വഭാവം ഒക്കെ പറയുമ്പോൾ ആ കൈവച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്. അപ്പൊ ആ കുട്ടിയുടെ അച്ഛനാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്, മനസ്സിലായില്ലേ? അടിസ്ഥാനപരമായി നമുക്കൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ടാണ്, അതാണ് നമ്മൾ ജ്യോതിശാസ്ത്രയൊക്കെ വെച്ചിട്ട് പ്രധാനമായിട്ട് നമ്മളുടെ ഒരൊറ്റ കാര്യത്തിലായിരിക്കും നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരിക. അപ്പൊ ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകൾ 3 പേരുടെയും 3 തരത്തിലാണ്. അതെനിക്കൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ടുകൂടിയാണ് ഞാൻ അവരോട് കൈയുടെ പടം അയച്ചു തരാൻ പറഞ്ഞത്. അപ്പൊ ഒരാൾ ഇങ്ങനെയാണ് അവരുടെ പ്രകൃതം, മറ്റേയാൾ ഇങ്ങനെയാണ്, മറ്റേയാള് വ്യത്യസ്തമാണ്, 3 പേരുടെയും. അപ്പൊ അത് ആ ഒരു അടിസ്ഥാന പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അവരുടെ ബാക്കിയ കാര്യങ്ങൾ പറയുക. അപ്പോൾ ഒരു 2-3 മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഒരു പക്ഷേ 2-3 കുട്ടികൾ ജനിച്ചല്ലോ, ധാരാളം കുട്ടികൾ ലോകത്തുണ്ടാവും. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഒരേ സമയത്ത് ഒരേ ലേബർ റൂമിൽ ജനിക്കുന്ന കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ തന്നെ നമുക്ക് ഒരേ സമയത്ത് കുറെ കുട്ടികളെ ജനിക്കുന്നുണ്ടാവില്ലേ? അവരുടെ ഗ്രഹനിലയ്ക്ക് ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. 2 മണിക്കൂർ കൂടുമ്പോഴാണ് ഒരു ഗ്രഹനില പ്രായണ പിന്നെ ഒരു ഗ്രഹനിലയില് ലഗ്നം എന്ന് പറയുന്ന 1-ാം ഭാവം മാറി വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ പല കുട്ടികളും എനിക്ക് അവരുടെ എല്ലാം ഗ്രഹനില ഒരേപോലെ ഇരിക്കും. പിന്നെ നമ്മൾ ഇനിയും കൂടുതലൊക്കെ പറയുകയാണെങ്കിൽ ഒരേ സ്പേസിൽ ജനിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വസ്തു ഇരിക്കുന്നെങ്കിൽ അതിന്റെ മുകളിലോ താഴെയോ വേറെയല്ലേ വെക്കാൻ പറ്റും. അതൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് അല്ലാതെ സത്യം തന്നെയാണ്. എന്നിരുന്നാലും ഒരേ സ്പേസിലല്ല ജനിക്കുന്നത്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രാധാന്യമുള്ളത് ഒരേ കർമ്മവുമായിട്ടല്ല ജനിക്കുന്നത്. നമ്മളിപ്പോൾ ജാതകം എന്ന് പറയുന്നത് എന്തിന് ജാതമായിരിക്കുന്നു എന്നാണ്, എന്തിനാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ജനിച്ചിരിക്കുന്നതിനൊരു കാരണമുണ്ട്, അത് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. വീണ്ടും എനിക്ക് പറയാനുള്ളത്, പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരു വ്യക്തിയെ നയിക്കുന്ന ഒരേ ഒരു കാര്യമായിരിക്കും, അവരുടെ എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ചുറ്റപ്പെട്ടാ നിൽക്കുന്നത്. പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. ബേസിക് നേച്ചർ, അതായത് അവളുടെ വ്യക്തിയുടെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയുടെ പ്രാധാന്യമുള്ള കാര്യം ഒന്നായിരിക്കും. ഇപ്പൊ സുരേഷിനാണെങ്കിൽ സുരേഷിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താ? പാടുക എന്നുള്ളതാണ്, ഒരു ഗായകൻ എന്നുള്ളതാണ്. സംഗീതത്തിനോടുള്ള പ്രേമമാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ടുള്ള, അല്ലേ? ആണ്. അങ്ങനെയാകുമ്പോ എന്താ, കുറച്ച് ഇമോഷണൽ ആയിരിക്കും. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇമോഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരേ കാര്യങ്ങൾ ഒരേപോലെ ചെയ്യാനൊരു പ്രയാസം വരും. മനസ്സ് കുറച്ച് വേവറിങ് ആയിരിക്കും. ഇതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനെന്ന് പറയുന്ന ഒരു അസ്ട്രോളജറാണ്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടെ കാര്യങ്ങളോട്, അസ്ട്രോളജി എന്നല്ല, പിന്നീട് എനിക്ക് മനസ്സിലായി പല കാര്യങ്ങളും വരാൻ പോകുന്നതിനെ പറ്റി എനിക്ക് അറിയാമായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു പുസ്തകം രാവിലെ വായിച്ച, സ്കൂളിൽ പോകുമ്പോഴേ ചെറിയ കുട്ടിയായിരിക്കുമ്പോ പരീക്ഷയുടെ തലേദിവസമൊക്കെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഇത് അതിന്റെ ഇടയിൽ ഒരു വരയിടും, അത് തന്നെയായിരിക്കും ചോദ്യം ഉണ്ടാവുക. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ഞാനൊരു കുഗ്രാമത്തിൽ ഒരു അസ്ട്രോളജറെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജനിച്ചോളാം എന്ന ആളാണ്. പക്ഷെ പിന്നീട് ആലോചിക്കാൻ മനസ്സിലായോ, ശരിയാണല്ലോ, അത് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണല്ലോ. എപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അത് ഞാൻ എപ്പോഴും വരച്ചിടും. അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഇപ്പോൾ വീട്ടിലാരെങ്കിലും വരികയാണെങ്കിൽ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെന്ന് ചിന്തിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്കൊരു ഉണ്ടാകുമായിരുന്നു. അതെനിക്ക് അന്ന് അറിയേയില്ലായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ വന്ന് പിന്നെ അത് അസ്ട്രോളജിയോടുള്ള ഒരു വലിയ ഇഷ്ടമായിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴാണെങ്കിലും ഒരാളെ കാണുമ്പോൾ അവരേത് ഗ്രഹത്തിന്റെ ആളാണ്, അവരില് മനസ്സിലായില്ലേ, ഏത് ഗ്രഹമാണ് അവരെ നയിക്കുന്നത്, അതായത് ഒരു നിരീക്ഷണമാണ്.
എപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ ലോകത്തുനിന്ന് കുറച്ചൊന്ന് മാറി നടക്കുന്ന ആളുമാണ്. അപ്പൊ അധികം ഞാനിപ്പോഴും കൂടുതൽ വാചാലമാകുന്ന അസ്ട്രോളജിയെ പറ്റി സംസാരിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളോട് എനിക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ എത്ര പ്രത്യേകതയുള്ള ഒരു വ്യക്തിയെ കണ്ടാലും ഞാൻ ഒന്നുകിൽ അവരുടെ ഗ്രഹനില അല്ലെങ്കിൽ അവരുടെ കൈ നോട്ട് ചെയ്ത് വെക്കും. ഗ്രഹനില ചോദിച്ചു വാങ്ങാവുന്ന ആളാണെങ്കിൽ ജനിച്ച ദിവസവും സമയം തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു വാങ്ങിയിരിക്കും. ചേച്ചി തന്നെ ഇപ്പൊ പറഞ്ഞു. അപ്പൊ അത് പ്രത്യേകതയുള്ള വ്യക്തി എന്ന് എങ്ങനെ മുഖം കൊണ്ടല്ല, നമുക്ക് അവരോട് പെരുമാറുമ്പോ ഇപ്പൊ ഒരാളോട് സംസാരിക്കുമ്പോ, ഇപ്പൊ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ഡോക്ടറെ കണ്ടു. എനിക്ക് ആവശ്യമുണ്ടായിട്ട് ഞാൻ പോയി കണ്ടതാണ്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് കൺസൾട്ടേഷന് പോയതാണ്. പക്ഷെ ആ ഡോക്ടർക്ക് ചില പ്രത്യേക സ്വഭാവമുള്ളതായിട്ട് എനിക്ക് തോന്നി. അത് എന്താണെന്ന് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ പിന്നെ ടൈമും ഡേറ്റും വാങ്ങി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതേ കാര്യം തന്നെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹമാണല്ലോ ഡേറ്റും ടൈമും തന്നത്, ചോദിച്ചു വാങ്ങിയത്. അപ്പോ എന്താണോ ഞാൻ ഉദ്ദേശിച്ചത്, ഏത് ഗ്രഹമാണ് അവരെ പ്രധാനമായിട്ടും നയിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് എന്റെ മനസ്സിൽ വന്നത്. അത് തന്നെ ഞാൻ ഗ്രഹനിലയിൽ കണ്ടിരുന്നു. അപ്പൊ ആ ചാർട്ടിൽ അത് കാണുമ്പോൾ ഞാൻ ഒന്നും കൂടെ എന്റെ ശാസ്ത്രത്തിൽ ചിന്തിച്ചതെല്ലാം ശരിയാണ്. അപ്പൊ എനിക്ക് ഓരോ നിമിഷം കഴിയുന്തോറും ഞാൻ പഠിച്ചിരിക്കുന്ന, ഞാൻ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസ്യത കൂടിക്കൊണ്ടിരിക്കും. എനിക്ക് ആ പെരുമാറ്റത്തിനേക്കാൾ ഉപരി ഏത് ഗ്രഹമാണ് ഇങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സർക്കസ് കൂടാരത്തിൽ പോയിട്ട് മുന്നിലിരുന്ന് സർക്കസ് കാണാന്ന് വെച്ചു. അപ്പൊ അങ്ങനെ കാണുമ്പോ നമുക്ക് ഭയങ്കര കൗതുകമാണ് ഇതൊക്കെ കാണുക, വലിയ സന്തോഷമാണ്. മുഴുകിയിരിക്കും. പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളത് ഈ സർക്കസ് ടെന്റിന്റെ പുറത്തെ വല്ലേരിലും കിളിവാതിലുണ്ടെങ്കിൽ അതിൽ കൂടി കാണുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് സർക്കസും കാണാം, ഈ സർക്കസ് കാണുന്ന ആൾക്കാരെയും കൂടെ കാണാം. നമ്മള് സർക്കസ് ആണ് സാധാരണഗതിയിൽ ശ്രദ്ധിക്കുന്നത്. ആ പേഴ്സണാലിറ്റി കൂടി സർക്കസ് കാണുന്ന ആൾക്കാർ ഇതെങ്ങനെ കാണുന്നു അങ്ങനെ ശരി, അങ്ങനെയാണ് ഒരു കാര്യത്തെ കാണുന്നത്. അതുപോലെ എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ ഈ വ്യക്തിയെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ അനുഭവം ഇങ്ങനെ വന്നത് എന്നുള്ള ഒരു അന്വേഷണമുള്ളത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ജന്മന അങ്ങനെയാണ്. ഇത് സുരേഷിന് ജന്മന തന്നെ പാട്ടിനോട് ആഭിമുഖ്യമുള്ള പോലെ എനിക്ക് ഇതിനോട് ആഭിമുഖ്യമുണ്ട്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ ഇപ്പൊ പറയും, ഇപ്പൊ സുരേഷ് പാടുന്നുണ്ട്, ഞാൻ അസ്ട്രോളജി ചെയ്യുന്നുണ്ട്, അപ്പൊ വേറൊരാൾ ചിന്തിക്കുക എനിക്ക് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കാനില്ല. എല്ലാ മനുഷ്യർക്കും പ്രത്യേകതകളുണ്ട്, അവരത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് സുരേഷിനെ പോലെ പാടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഓരോരുത്തർക്കും അവരിലുള്ള കഴിവുകൾ നിശ്ചയമായിട്ടും ഉണ്ട്, ഉറപ്പായിട്ടും. അത് കണ്ടെത്തുക എന്നുള്ളതാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ, അതിൽ എക്സൽ ആവാനും പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഉപചോദ്യമായിട്ട് ഇപ്പോൾ ചേച്ചി പറഞ്ഞതിൽ നിന്ന് വരുന്നത്, ഇപ്പോൾ പാട്ട് പഠിക്കണമെങ്കിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ച് അതിൻ്റെ ഒരു ബേസിക് നോളജ് വെച്ച് ഒരുപക്ഷെ കണ്ഠശുദ്ധിയും ശാരീരവും സ്വരമാധുരിയും ഒക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. എന്നാലും പാട്ട് പഠിക്കണം എന്നുള്ള ഒരാൾക്ക് അത് ശാസ്ത്രീയമായിട്ട് കുറച്ച് വരണം. അതുപോലെ ഇപ്പോൾ ജ്യോതിഷം ചേച്ചിയുടെ അടുത്ത് കുറേ പേര് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ വരുന്നതും ഇങ്ങനെ ഇപ്പോൾ ഒരു എക്സ്പേർട്ട് ആവുക എന്നുള്ളതിന് ഉപരി, കാരണം ജ്യോതിഷം പലപ്പോഴും കുറേ പേര് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ അത് പറഞ്ഞവർ തന്നെ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഉടനടി ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നു, ഒരു ചാർത്ത് കിട്ടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില നോക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ പഠിക്കുന്ന ആളുകളിൽ ഇത് പഠനം ചേച്ചിയുടെ അടുത്ത് തുടങ്ങി, ചേച്ചി ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ വ്യക്തിപരമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ മറ്റുള്ളവരെ നിരീക്ഷിക്കാനുള്ള അവരുടെ ഒരു ത്വര വരുമോ? തീർച്ചയായിട്ടും. ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ വളരെ വളരെ അവരുടെ സ്വഭാവത്തിലും ജീവിതത്തിലും വ്യത്യാസം വരുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വേറൊരു
കാഴ്ചപ്പാടിൽ കൂടി കാര്യങ്ങളെ കാണാനുള്ള കഴിവാണ് അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബേസിക് നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല. നമുക്ക് തന്നെ നമ്മുടെ ചില സ്വഭാവ പ്രത്യേകതകൾ 10 പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല. അതിനുശേഷം പിന്നെ നിരീക്ഷിച്ച് കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ഓ ഇത് ശരിയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 1 വർഷം നഷ്ടമായി. അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം നഷ്ടമായി. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അതിന്റെ പേര് സെൽഫ് കൗൺസിലിംഗ് ത്രൂ അസ്ട്രോ പാമിസ്ട്രി എന്നാണ്. അതായത് ഈ അസ്ട്രോളജിയുടെ ബേസിക് കാര്യങ്ങൾ പാമിസ്ട്രി. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ദീർഘകാലം പഠിച്ചാലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാൽക്കുലേഷൻ വേണം. ഏകദേശം കുറെ കാലം പൊതു അറിവിന് വേണ്ടി എത്ര കാലം ഒരു അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഓരോ വ്യക്തികളുടെയും ഡിപ്പെൻസ് ആണ്. അവരുടെ അതിനോടുള്ള താല്പര്യം അനുസരിച്ച് ഗ്രാസ്പിംഗ് പവറും എല്ലാം കഴിവും വ്യത്യസ്തമായിരിക്കും. ഹസ്തരേഖ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു 10 പേര് ഉണ്ട്, 10 പേരുടെ കയ്യിലും ഈ രേഖ ഇങ്ങനെ നിന്നാൽ ഇങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് അവർ അംഗീകരിക്കും. അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ വാസന പോയി എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ടെൻഡൻസി നമ്മളിന്ന് പോകും. അങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് ഇപ്പൊ ഞാൻ നടത്തുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർ അവരെപ്പോഴും പറയാറുണ്ട് കൈകൾക്ക് തന്നെ വ്യത്യാസം വരാറുണ്ട്, ഓറ തന്നെ മുഖത്തിന്റെ ഒരു ചൈതന്യത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട്. തീർച്ചയായിട്ടും കൈയുടെ ഷേപ്പുകൾ ആദ്യം ക്ലാസ്സിൽ വരുമ്പോൾ എടുത്ത ഫോട്ടോസ് ഉണ്ടാകും. പിന്നീട് കുറെ മാസങ്ങൾ കഴിയുമ്പോൾ ഉള്ള വ്യത്യാസം വരുന്ന ഫോട്ടോസും ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പഠിക്കുന്നവർക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഞാനൊരു സബ്ജക്റ്റിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പഠിക്കുന്നവർ അവർ അതിനെപ്പറ്റി ബോധവാന്മാരോ ബോധവതികളോ ആണ്. തീർച്ചയായിട്ടും ഞാൻ അതുപോലെയാണല്ലോ, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് അതുപോലെയാണ്. കാരണം ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയാണ്, ഈ ഗ്രഹം ഇങ്ങനെ നിന്ന് ഇങ്ങനെയാണ്. ഇപ്പൊ ഏത് സംശയം ചോദിച്ചാലും നമുക്ക് അതിന് ഉത്തരം പറയാനുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്, കാരണം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ പറഞ്ഞില്ലേ ഓരോ ഗ്രഹനെല്ലുകൾ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ പഠിക്കുന്നത് വെച്ചിട്ടാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അതേപോലെയാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവർക്കത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വ്യത്യാസം പറ്റുന്നുണ്ട്. കുറേ ആളുകൾ അതാണ് പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നു, എനിക്കതുകൊണ്ട് ഇപ്പൊ സമാധാനമുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ വാസന അനുസരിച്ചാണ്. മനസ്സിൽ ഹിഡനായിട്ടിരിക്കുന്ന ചിന്തകൾ തന്നെയാണ്, കർമ്മബന്ധങ്ങളാണ്. പൂർവ്വജന്മാർജിതമായിട്ട് നമ്മുടെ മനസ്സിൽ കുറേ വാസനകളുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പൊ ആ ഒരു വസ്തുവിനെ കാണുമ്പോൾ തന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മുടെ ബ്രെയിൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് ഇങ്ങനെയാണ്. അതനുസരിച്ചുള്ള ബോഡി ചേഞ്ചുകൾ വന്നു, അതിനോട് നമ്മൾ അറ്റാച്ച്ഡോ ഡിറ്റാച്ച്ഡോ ഒക്കെ ആവുന്നു. അതനുസരിച്ച് നമ്മളെ ആ കർമ്മ ബാധിക്കുകയാണ്. പിന്നെ നമ്മൾ അതിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു നിശ്ചിത കാലം വരെ. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നമ്മൾ ഡിറ്റാച്ച്ഡായിട്ട് നിന്ന് അതിനോട് അറ്റാച്ച് ആവാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അതത്ര ബാധിക്കത്തില്ല. നമ്മുടെ മനസ്സിൽ നടക്കുന്ന സംവേദനങ്ങളാണ് ഈ കർമ്മങ്ങളായിട്ട് നമ്മൾക്ക് വരുന്നത്. നമ്മളുടെ ചിന്തകളാണ് മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് കർമ്മങ്ങളായിട്ട് വരുന്നത്. ആ ചിന്തകളുടെ ആ തീവ്രമായ ഒരു വൈബ്രേഷനെ നമ്മൾ നിരീക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ കർമ്മബന്ധത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ തുടരുന്നതാണ്. നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം.